നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ PV അൻവറുമായി തൽക്കാലം ചർച്ചയില്ലെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. കോഴിക്കോട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അൻവറിന് കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞില്ല. അൻവറുമായി താൻ ചർച്ച നടത്തുന്നില്ലെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. ഇതെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു കൂടിക്കാഴ്ച ആരും തീരുമാനിച്ചിട്ടില്ല, എന്നോടാരും പറഞ്ഞിട്ടുമില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയത്തുള്ളൂ. ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ. സംസ്ഥാന നേതൃത്വം പരിഹരിച്ചോളൂ. ഇവിടെ നല്ല നേതൃത്വം ഉണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാര്യങ്ങൾ നിങ്ങൾ ഈ വിഷയം, നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പറയാതെ. അത് നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ച ശേഷം അൻവറുമായി ചർച്ച വേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ ഈ ലീഗിൻ്റെ ഒരു മാധ്യസ്ഥ ശ്രമം ഇതിലുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ലീഗിലെ ഒരു വിഭാഗത്തിന് ഇതിനോട് എതിർപ്പുണ്ടെന്നും പറയുന്നു ഈ PV അൻവറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നതിന്. എന്തൊക്കെയാണ് വിവരങ്ങൾ? KC വേണുഗോപാൽ കർക്കശമായ ഒരു തീരുമാനം ഇങ്ങനെ എടുക്കാനുള്ള കാര്യം പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചു എന്നുള്ളത് തന്നെയാണോ? ഇതിൽ രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഹൈക്കമാൻഡ് അംഗീകരിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഒപ്പിട്ടുകൊണ്ടാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ആ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരുന്നു PV അൻവർ. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്നു. അങ്ങനെ രണ്ട് നേതൃത്വം, അതായത് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ഇത്തരത്തിൽ കടന്നാക്രമണം നടത്തിയ ശേഷം KC വേണുഗോപാൽ PV അൻവറിനെ കണ്ടാൽ അത് ദോഷം ചെയ്യും, മാത്രവുമല്ല നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ പ്രതികൂലമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ കാണേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് എന്നുള്ളതാണ് നമുക്ക് KCയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. ഞാൻ ഇന്ന് KCയെ നേരിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ KC കാര്യങ്ങൾ ഒന്നും പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ല ക്യാമറയ്ക്ക് മുൻപിൽ. പക്ഷേ കൃത്യമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായത്, ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള അൻവറിനെ UDFിലേക്ക് എടുക്കാൻ, അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മാത്രവുമല്ല, ഇന്ന് കാലത്ത് അൻവർ പറഞ്ഞു KC വേണുഗോപാലിനാണ് പ്രതീക്ഷ, KC വേണുഗോപാലിനെ ഇന്ന് കാണുമെന്ന്. ഏതാണ്ട് 1.5 മണിക്കൂറോളം അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ പ്രവർത്തകരെ കാണുകയായിരുന്നു. ആ സമയത്ത് അൻവറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ KC കാണേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ, ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യപ്രകാരം തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. കാരണം അൻവറിനെ KC കണ്ടു കഴിഞ്ഞാൽ അത് അൻവർ ഹൈക്കമാൻഡ് അംഗീകാരമായി അതിനെ വ്യാഖ്യാനിക്കും, അത് കേരളത്തിലെ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കും എന്ന തിരിച്ചറിവിൻ്റെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് KC അൻവറിനെ കാണാതിരുന്നത്. അൻവർ കാണാൻ ശ്രമിച്ചിരുന്നു, അൻവർ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിരുന്നു. അൻവർ ഇന്ന് KCയെ കാണുമെന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നതാണ്. SKN ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും PV അൻവറിനെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കോഴിക്കോട് വെച്ച് കണ്ടില്ല. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ന് KC വേണുഗോപാലിനെ കണ്ട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നായിരുന്നു. എന്നാൽ അൻവറിൻ്റെ ശ്രമം പാഴായി.